നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാമിൻ യമാലിനെതിരെ വംശീയ അധിക്ഷേപം. ഇതിപ്പോൾ ലാലിഗയിൽ പലതവണയായിട്ട് നമ്മൾ കാണുന്നു. വിനി ജൂനിയർക്കെതിരെയുള്ള വംശീയ അധിക്ഷേപം വലിയ രൂപത്തിൽ വിവാദമാവുകയും അതിനെതിരെ നടപടികളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന കാഴ്ച. ഇപ്പോൾ ലാമിൻ യമാലിനെതിരെ അദ്ദേഹം അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുമായിട്ടുള്ള മത്സരത്തിൽ 2 അവസരങ്ങൾ മിസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം ആരാധകരെ അധിക്ഷേപങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹത്തിനെതിരെ കുരങ്ങ് എന്ന വാക്ക് പലതവണ ഉപയോഗിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വരുന്നു, കമൻറ്റുകൾ വരുന്നു. കറുത്തവൻ എന്ന് അധിക്ഷേപിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഒരു വാക്ക്, ആ വാക്ക് ഇങ്ങനെ വീണ്ടും ആവർത്തിച്ചുപയോഗിച്ചുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ വരുന്നു. മെസ്സി ആയിരുന്നെങ്കിൽ അത് മിസ് ചെയ്യുമായിരുന്നില്ല, നിനക്ക് 16 വയസ്സാണ് എന്നുള്ളതൊന്നും വിഷയമല്ല, നീ പൈസ വാങ്ങിയിട്ടാണ് കളിക്കുന്നത്, നീ ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ മര്യാദക്ക് കളിക്കണം എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വേറെയും വരുന്നുണ്ട്. വംശീയ അധിക്ഷേപങ്ങൾ തരത്തിലുള്ളത് ശക്തമായ രൂപത്തിലും വരുന്നുണ്ട്. ഏതായാലും അത് വളരെ നിരാശയുണ്ടാക്കുന്നൊരു കാര്യമാണ്. കളിക്കളത്തിൽ അന്ന് മികച്ച പ്രകടനം നടത്തിയവരിൽ ഒരാളാണ് ലാമിൻ യമാൽ. 16 വയസ്സേ ഉള്ള താരത്തിന് അദ്ദേഹം ഒരു കിടിലൻ ഗോൾ എന്ന് നേടിയിരുന്നു. പിന്നെ 2 അവസരങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത അവസരങ്ങളാണ് മിസ് ചെയ്തു പോയത്. കളി കഴിഞ്ഞിട്ട് വളരെയധികം നിരാശനായിരുന്നു, കണ്ണീരണിഞ്ഞിരുന്നു താരം. ജോൻ ലാപ്പോട്ട അദ്ദേഹത്തെ വന്ന് ആശ്വസിപ്പിക്കുകയുണ്ടായി എന്ന് പോലും ചില സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആ ഘട്ടത്തിലാണ് ചില ആരാധകര് വംശീയ അധിക്ഷേപങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു തരത്തിലുള്ള വംശീയ അധിക്ഷേപങ്ങൾക്കും, അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും ഗാലറിയിലാണെങ്കിലും ഒന്നും ഒരിടവും ഇല്ല ഫുട്ബോളിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് ക്ലബ്ബും അധികൃതരും ഒക്കെ കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വരാം.